ചാണ്ടി ഉമ്മൻ കേരള രാഷ്ട്രീയത്തിൽ യുവതലമുറയുടെ പ്രതീക്ഷയായി ഉയർന്നുവരുന്ന ഒരു നേതാവാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകനായിരുന്നുവെങ്കിലും ജനങ്ങളോടുള്ള അടുപ്പവും ലാളിത്യവും സേവന മനോഭാവവും കൊണ്ടാണ് അദ്ദേഹം ശ്രദ്ധ നേടിയത്. പുതുപ്പള്ളിയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും സാധാരണക്കാരോടൊപ്പം നിൽക്കാനും യുവജനങ്ങളുമായി ഇടപഴകാനും അദ്ദേഹം പ്രത്യേക ശ്രദ്ധ കാണിക്കുന്നു. റോഡ്, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ ജനങ്ങൾക്ക് സഹായകരമായ ഇടപെടലുകൾ നടത്താൻ അദ്ദേഹം ശ്രമിക്കുന്നു. ജനങ്ങളെ നേരിൽ കാണുകയും അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയുടെ പ്രത്യേകത. രാഷ്ട്രീയത്തിലേക്ക് എത്തിയ ശേഷം മന്ത്രിസ്ഥാനം സംബന്ധിച്ചും അനുഭവക്കുറവ് സംബന്ധിച്ചും പല വിമർശനങ്ങളും അദ്ദേഹം നേരിട്ടു. വളരെ പെട്ടെന്ന് ഉയരാൻ ശ്രമിക്കുന്നു എന്ന രീതിയിലുള്ള ആരോപണങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അതിനൊന്നും കടുത്ത മറുപടി നൽകാതെ ശാന്തതയോടും വിനയത്തോടും അദ്ദേഹം പ്രതികരിച്ചു. ജനസേവനമാണ് പ്രധാനമെന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വലിയ പ്രത്യേകത പ്രതിസന്ധികളിലും ശാന്തത കൈവിടാതെ മുന്നോട്ടു പോകുന്നതാണ്. പിതാവിൻ്റെ വലിയ പാരമ്പര്യം ഉണ്ടായിട്ടും അതിൻ്റെ പേരിൽ അഭിമാനിക്കാതെ ജനങ്ങളുടെ വിശ്വാസം നേടാൻ പ്രവർത്തനങ്ങളിലൂടെ ശ്രമിക്കുന്ന നേതാവാണ് ചാണ്ടി ഉമ്മൻ. ഇന്ന് പുതിയ തലമുറയ്ക്ക് അദ്ദേഹം നൽകുന്ന സന്ദേശം വളരെ ലളിതമാണ്. അധികാരത്തിനോ സ്ഥാനത്തിനോ വേണ്ടിയല്ല, ജനങ്ങളെ സേവിക്കാനാണ് യഥാർത്ഥ നേതൃത്വം നൽകേണ്ടത്. ഓർക്കാം ദൈവവചനം: നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കുവാനുമാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 20-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ.